ഇത് കൃത്യമായ ദളിത് വിരുദ്ധത തുടക്കത്തിൽ തന്നെ സർക്കാരിൻ്റെ ഈ നടപടിയിലൂടെ ആ നിലയിൽ ഒരു ദളിത് വിരുദ്ധത ഈ സർക്കാരിനുണ്ട് എന്ന് ശക്തമായ ആരോപണത്തിന് വഴിയൊരുക്കി. അതുപോലെ തന്നെ ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിച്ചു, പെരുമാറി. ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിൽ ഓരോന്നിലും മറുപടി പറയേണ്ടത് പൊതുസമൂഹത്തോട് സർക്കാരും സർക്കാരിന് വേണ്ടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന താങ്കളുമാണ്. താങ്കളുടെ മറുപടി എന്താണ്? നോക്കൂ ശരത്ത്, ഇതിനെല്ലാം ആൻസർ ഈ പറയുന്ന ആളുകൾ തന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ് വിചിത്രമായ വാദം എന്ന് പറയുന്നത്. കാരണം ഈ വിഷയം ഇവിടെ ഉടലെടുത്തിട്ട് കുറെ വർഷങ്ങളായി എന്ന് CPM-ന്റെ പ്രതിനിധി ഇവിടെ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുൻ MLA ഇതുമായി ബന്ധപ്പെട്ട് 3 വർഷമായി എന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 100-ലധികം വർഷങ്ങളായി അവിടെ താമസിക്കുന്ന കുടുംബങ്ങളാണ് ഇത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ ഞങ്ങൾ അവിടെ പോലീസിനെ കൊണ്ടുവന്നില്ല, ഞങ്ങൾക്ക് ആ വിധിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പോലീസ് അവിടെ പോയിട്ടില്ല. ഇതൊക്കെയാണോ പൊതുസമൂഹത്തിനോട് പറയേണ്ടത്? ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുവാനല്ലേ ഇവരെ ജയിപ്പിച്ചു വിട്ടതും? ഇതുമായി ബന്ധപ്പെട്ട് കോടതിക്ക് വെളിയിൽ വെച്ച് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീർക്കാവുന്ന വിഷയങ്ങൾ മാത്രമായിരുന്ന വിഷയം ഇത്രത്തോളം ഉത്തരവാദികളായ അതൊന്ന് പറഞ്ഞു കൊടുക്കൂ റെജിൻ. ഇതൊരു സിവിൽ മാറ്ററാണ്. ഒരു വ്യക്തി, ഒരു സ്വകാര്യ വ്യക്തി, അദ്ദേഹമാണ് കോടതിയിലേക്ക് പോയത്. കോടതിക്ക് വെളിയിൽ പരിഹരിക്കാവുന്ന വിഷയം, ഒരു MLA-യോ അവിടുത്തെ ആരെങ്കിലും ഇടപെട്ട് പരിഹരിക്കാവുന്ന ഒരു വിഷയം ഇത്രത്തോളം വലിയ വിഷയത്തിലേക്ക് കൊണ്ടെത്തിച്ചതിന്റെ പ്രധാന കാരണക്കാരാണ്. അത്ര ഗൗരവമുള്ളതാണ് എന്ന് റെജിൻ തന്നെ സമ്മതിച്ച അത്ര ഗൗരവമുള്ള ഒരു വിഷയത്തിൽ എന്തിന് പോലീസ് പോയി ഈ അതിക്രമം കാട്ടി? ഇന്നത്തെ ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ റെജിൻ, ഇന്നത്തെ ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ. നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു അത്ര ഗുരുതരമായ ഗൗരവമായ സംഭവമാണ് അവിടെ. ഇടപെടാം. അതിനു മുമ്പ് അങ്ങനെയാണെങ്കിൽ എന്തിന് പോലീസ് ഇന്ന് പോയി ഈ അതിക്രമം കാട്ടി? റെജിൻ, ഇന്നത്തെ ചോദ്യം ഇത്രേ ഉള്ളൂ. കോൺഗ്രസ് പ്രതിയെടുത്ത് ഒരു ചോദ്യം ചോദിക്കാനാണ്. അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു ഇത് കോടതിക്ക് പുറത്ത് ഇടപെടേണ്ട ഒരു വിഷയമായിരുന്നല്ലോ എന്ന്. എനിക്ക് മുമ്പ് 10 വർഷം MLA ആയിരുന്ന ആള് ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ 3 വർഷം കഴിയുമ്പോ വിധി വന്നതിന് ശേഷമാണ് ഇടപെട്ടത്. വിധി വന്നപ്പോഴാണല്ലോ ഈ കേസ് എന്റെ മുന്നിൽ വരുന്നത്. അപ്പോഴല്ലേ എനിക്ക് ഇടപെടാൻ കഴിയുള്ളൂ. ഞാൻ ഇടപെട്ടു. 3 വർഷമായുള്ളൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ന് പറയും. അതുകൊണ്ടാണല്ലോ മനസ്സിലാക്കിയതിന്റെ പെശാണ്. കേൾക്കുന്ന ആളുകളെ പരിഹസിക്കുന്ന രീതിയിലേക്ക് ശ്രീനിജൻ പറയുന്നത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. റിജിൻ അത് ശ്രദ്ധിച്ചു കേൾക്കൂ. അദ്ദേഹം പറഞ്ഞത് ജഡ്ജ്മെന്റ് വന്നിട്ട് 3 വർഷം. 2022 അവസാനത്തോടു കൂടി ജഡ്ജ്മെന്റ് വന്നു. അതിനുശേഷം ഞാൻ തന്നെ ഇടപെട്ട് സുപ്രീം കോടതിയിൽ ഒരു റിവ്യൂ പെറ്റീഷൻ പോലെ നമ്മൾ കൊടുത്തു. 1 വർഷം നമ്മൾ നീട്ടിക്കൊണ്ടുപോയി. പക്ഷെ അതിനുശേഷം സുപ്രീം കോടതി അഡ്മിറ്റ് ചെയ്തില്ല. അതിനുശേഷമാണ് പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവ് പ്രകാരം എവിക്ഷൻ നോട്ടീസുമായിട്ട് അഡ്വക്കേറ്റ് കമ്മീഷൻ വരുന്നത്. അഡ്വക്കേറ്റ് കമ്മീഷൻ തന്നെ ഈ കേസിലെ വാദിയായിട്ടുള്ള ശങ്കരൻ നായരുടെ ബന്ധുവാണ്. ആ കാര്യങ്ങളെല്ലാം കോടതി ഉത്തരവ് പറഞ്ഞു. ഇത് വിധി നടപ്പിലാക്കുമ്പോൾ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ഭൂമിയിലുള്ള ആളുകൾക്ക് നോട്ടീസ് കൊടുക്കണം. പെരിയാർ വാലിയുടെ ഉടമസ്ഥയിലെ തൊട്ടടുത്തുള്ള പെരിയാർ വാലി കനാലിന്റെ പുറമ്പോക്കുണ്ട്. പെരിയാർ വാലിനെ കൊണ്ട് നമ്മൾ നിയമപരമായിട്ട് നോട്ടീസ് കൊടുത്തു അഡ്വക്കേറ്റ് കമ്മീഷന്. ഇതൊന്നും കണക്കാക്കാതെയാണ് ഇതില് അഡ്വക്കേറ്റ് കമ്മീഷന്റെ ഭാഗത്തും വലിയ വീഴ്ച വന്നിട്ടുണ്ട്. ആ വീഴ്ചകളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ്. സർക്കാർ ഈ കേസിൽ കക്ഷിയായിരുന്നില്ല, പക്ഷെ സർക്കാർ കക്ഷിയാകുന്നതിന് വേണ്ടിയാണ് ബാക്കിയുള്ള ഈ 19 ഏക്കറിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും പുറമ്പോക്ക് ഭൂമിയാണ്. ബഹുമാനപ്പെട്ട സ്നേഹം നിറഞ്ഞ കോൺഗ്രസിന്റെ പ്രതിനിധി ഇതിന്റെ കുറച്ചുകൂടി വസ്തുതകൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടെന്നാണ്. ഈ കേസ് കൃത്യമായിട്ട് പഠിച്ച ഒരാളെന്നുള്ള രീതിയിലാണ് ഞാനിത് പറയുന്നത്. അത് മാനിക്കുന്നു ശ്രീനിജൻ. അതിന്റെ രാഷ്ട്രീയ തർക്കവിതർക്കങ്ങൾക്കപ്പുറം അതിൽ കേൾക്കുന്ന പ്രേക്ഷകർക്ക് അത് മനസ്സിലാകും. ആ എഫേർട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിലൊരു ചോദ്യം ഇന്നത്തെ ദിവസം ഇതല്ലേ ഉള്ളൂ. ആ മെറിറ്റ് അവിടെ നിൽക്കട്ടെ, കേസിന്റെ മെറിറ്റ് അവിടെ നിൽക്കട്ടെ. ഇങ്ങനൊരു സമയത്ത് ഇതുപോലൊരു പോലീസ് ആക്ഷൻ ഇന്നവിടെ വേണ്ടിയിരുന്നോ? അത് സർക്കാരിന് ഒഴിവാക്കാമായിരുന്നതാണോ? ഇത്രയേ ഉള്ളൂ ശ്രീനിധൻ ചോദ്യം. മുൻ MLA എന്ന നിലയിൽ താങ്കൾ എന്ത് പറയും? ലാസ്റ്റ്. ഇന്നല്ല ഈ ഭൂമിയിൽ താമസിക്കുന്ന ദളിത് കുടുംബങ്ങളെ ഒരു കാരണവശാലും ഇനി ഏതൊക്കെ കേസിന്റെ ഏത് കോടതിയുടെ ഉത്തരവിന്റെ പിൻബലം ഉണ്ടായാൽ പോലും 100 വർഷമായിട്ട് താമസിക്കുന്ന ഈ ദളിത് കുടുംബങ്ങളുടെ കൂടെ തന്നെയാണ് നമ്മൾ. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി അന്നും ഇന്നും അധികാരം ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിന് ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. ആ പോരാട്ടം കഴിഞ്ഞ ഭരണം ഉണ്ടായപ്പോഴോ തുടരുന്ന പോരാട്ടം ഇനിയും തുടരും.
അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് അതായത് പോകുന്നത്. നിങ്ങളവിടെ നാട്ടുകാർ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്, ഈ ഭരണമാറ്റം ഒരു സാധ്യതയായി ഒരു അനുകൂല അന്തരീക്ഷമാക്കി പോലീസിനെ ഇറക്കി ഈ വിധി അങ്ങ് നടപ്പാക്കാം എന്ന് ധരിച്ചവരോ ആലോചിച്ചവരോ ഗൂഢാലോചന നടത്തിയവരോ ഉണ്ടോ? ഞാൻ ഇന്ന് മാധ്യമപ്രവർത്തകരായിട്ട് സംസാരിക്കുമ്പോൾ അവിടുത്തെ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ എന്തുകൊണ്ട് 10 വർഷമായിട്ട് ഇത് സർക്കാർ ഒന്നും ചെയ്തില്ല? ഈ സർക്കാർ ചെയ്യണമെങ്കിൽ 3 വർഷമായിട്ടുള്ള ഈ വിധി വന്നിട്ട്, മാത്രമല്ല ഈ കുടുംബങ്ങളെ ഒഴിപ്പിക്കണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ഞങ്ങൾ കുടുംബങ്ങളെ ഒഴിപ്പിക്കരുതെന്നാണ് ഞങ്ങളുടെ നിലപാട്. കാരണം അതാണ് അതിലെ പോയിന്റ്. യെസ്, താങ്ക് യു ശ്രീനിജൻ. ഇതാണ് അതിലെ പ്രശ്നം. 2 കാര്യങ്ങൾ നമുക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാം. റിജിൻ, നിങ്ങൾ ഇന്നിപ്പോൾ കേരളം ഭരിക്കുന്ന ഒരു ആ മുന്നണിയെ നയിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ്. ഒന്ന്, ഇപ്പോൾ ശ്രീനിജൻ പറഞ്ഞതുപോലെ ഒഴിപ്പിക്കാനേ പാടില്ല എന്ന നിലപാട്, എന്നാൽ ഒഴിപ്പിക്കാം, കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വേണമെങ്കിലാകാം എന്ന നിലപാട് കോൺഗ്രസ്സിന്, അതൊരു ദളിത് വിരുദ്ധത കാര്യത്തിലുണ്ട്. 2, ഇന്ന് എന്തിന് ഇത്ര വലിയൊരു പോലീസ് ഫോഴ്സിനെ അയച്ചു എന്നൊരു ചോദ്യം വളരെ ശക്തമാണ്. ഇന്നത്തെ ഒരു ദിവസം പ്രധാനമായി വരുന്ന ചോദ്യം അതാണ്. അതുകൊണ്ടാണ് ഈ അനിഷ്ട സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായത്. അത് ഒഴിവാക്കാമായിരുന്നില്ലേ? നോക്കൂ ശരത്ത്, വളരെ എനിക്ക് സമയം തരണം. താങ്കൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ പറയുന്നതും ഈ താങ്കൾ പറയുന്നതും ക്ലാഷ് ആയിട്ട് പറയുന്ന ആളുകൾക്ക് മനസ്സിലാകാത്ത രീതിയിലേക്ക്. ഇതൊരു സിവിൽ കേസ് ആണ് എന്ന് പറയുന്നതിനകത്ത് മുൻ MLA ഉൾപ്പെടെ ഇതിനകത്ത് ആർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ്. ഞാൻ ജനപ്രതിനിധിയല്ല. ദിനംപ്രതി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലെല്ലാം ഇടപെടുന്നവരാണ്. ഇങ്ങനെ ഒരു വിഷയം, ഞാൻ ഇപ്പോഴും പറയുന്നത്, ഇങ്ങനെ ഒരു വിഷയം ഒരു MLAക്ക് പരിഹരിക്കാൻ പറ്റുന്നതായിരുന്നു എന്നുള്ളതാണ്. ഒരു MLAയുടെ കയ്യിൽ നിൽക്കുന്നതാണ്. നമ്മൾ ഈ പറയുന്ന ആളുകളോട് ഈ ഒരാളെയും കുടിയൊഴിപ്പിക്കരുത്, ഒരാളെയും മാറ്റി നിർത്തരുത് എന്നുള്ള അഭിപ്രായക്കാർ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് പറയുന്ന 3 വർഷമായിട്ടാണ് ഈ വിഷയം നടന്നത് എന്നും പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 3 വർഷത്തിന് കൊണ്ടാണ് കേസ് കൊടുത്തതെന്നും പറയുന്നുണ്ട്. അദ്ദേഹം 3 വർഷത്തിന് മുമ്പ് ഇരുന്ന MLA ആണല്ലോ. അദ്ദേഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു വിഷയം വന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജനപിന്തുണ എന്തായിരുന്നു, അതിന്റെ ജനകീയത എന്തായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ചർച്ച ചെയ്യണം. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ എല്ലാ MLAമാരും, CPM-ന്റെ ആയിക്കോട്ടെ കോൺഗ്രസിന്റെ ആയിക്കോട്ടെ, എല്ലാ MLAമാരും ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നത് നമുക്കറിയാം. അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പോകുന്ന MLAമാരെ കണ്ട് പരിചയമുള്ള ആളുകളാണ്. റിജിൻ, ഇന്നത്തെ ദിവസം ഇതിന്റെ 2ാമത്തെ ഭാഗത്തിലേക്കാണ്. ഇന്നത്തെ ദിവസം അവിടുത്തെ ആ മനുഷ്യർക്ക് ദുരിതം വിതച്ചത് ഇവിടുത്തെ ഈ സർക്കാരാണ്. അങ്ങനെ ഒരു പോലീസ് ആക്ഷൻ ഇന്ന് വേണ്ടിയിരുന്നില്ല. യോജിക്കുന്നുണ്ടോ? അങ്ങനെ ഒരിടത്തും അങ്ങനെ ഒരു പോലീസ് ആക്ഷൻ വേണ്ടിയിരുന്നില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ. കാരണം അങ്ങനെ സർക്കാരിന്റെ മണ്ടയിലേക്ക് ഇത് പഴിചാരി പോകുന്ന രീതിയാണ് നമുക്ക് ഇഷ്ടപ്പെടാത്തത്. അതാണ് അതിലെ കോൺഗ്രസ് ഒടുവിൽ ആ സത്യം പറഞ്ഞു. സർക്കാരിനെ പഴിചാരുന്നു. മറുപടി വേണം. അതുമായി ബന്ധപ്പെട്ട് അവിടെ കോടതി വിധി നടപ്പിലാക്കുവാൻ പോയ പോലീസ് സംവിധാനങ്ങൾ അതിര് വിട്ടിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചാനൽ ഫ്ലോർ ഇന്നുകൊണ്ട് പറയാണ്. അങ്ങനെ അതിര് വിട്ടിട്ടുണ്ടെങ്കിൽ ആ പോലീസ് സംവിധാനവുമായി ബന്ധപ്പെട്ട ആളുകൾ നേരത്തെയും താങ്കളത് പറഞ്ഞു. എടുക്കുവാൻ തന്റെ ഇടമുള്ള ഒരു ഗവൺമെന്റ്